തുർക്കിയുടെ പാകിസ്ഥാൻ സ്നേഹം കൂടുംതോറും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ പോലും പാകിസ്ഥാനോടെടുത്ത നിലപാട് പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. AIMIM നേതാവും MPയുമായ അസറുദ്ദീൻ ഒവൈസി എടുത്ത വ്യക്തമായ നിലപാടിൽ പാകിസ്ഥാന്റെ കരണം പുകച്ചുള്ള മറുപടി തന്നെയായിരുന്നു നൽകിയതും. ഇപ്പോൾ തുർക്കിക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാട് ഒന്നുകൂടെ പുനർപരിശോധിക്കണം എന്നതാണ് ഒവൈസിയുടെ ആവശ്യം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയും തുർക്കിയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. തുർക്കി തങ്ങളുടെ നിലപാട് ഒന്നുകൂടെ പുനർപരിശോധിക്കാൻ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒവൈസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 22 കോടി മുസ്ലിങ്ങൾ മാന്യമായി ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. തുർക്കി തങ്ങളുടെ നിലപാട് പുനർപരിശോധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധം തുർക്കി ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട്. 1990 വരെ ലഡാക്ക് പ്രദേശത്ത് തുർക്കി ഭാഷ പഠിപ്പിച്ചിരുന്നു. അത്രമേൽ ചരിത്രപരമായ ബന്ധമാണ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ളത്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാരണത്താലാണ് തുർക്കി അവരെ പിന്തുണയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിൽ വെച്ച് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള സർവകക്ഷി യോഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒവൈസിയുടെ തുർക്കിക്കെതിരായുള്ള വിമർശനം വന്നിരിക്കുന്നതും. അതേസമയം പാകിസ്ഥാന്റെ അക്കൗണ്ടുകളിൽ നിന്നും നിരന്തരം വരുന്ന ട്രോളുകളെ കുറിച്ചും അദ്ദേഹം പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരബന്ധം തുറന്നു കാട്ടുന്നതിനായി വിദേശ യാത്ര നടത്തുന്ന 7 പ്രതിനിധി സംഘങ്ങളിൽ ഒരാളായി കേന്ദ്രം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന വേളയിലാണ് അദ്ദേഹം ഈ ട്രോളുകളെ കുറിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. ഞാൻ പാകിസ്ഥാന്റെ ദുൽഹെ ഭായ് ആണ്, ഞാനല്ലാതെ മറ്റാരുമല്ല. ഇത്രയും തുറന്ന് സംസാരിക്കുന്ന സുന്ദരനായ ആരെയും അവർക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമേ അവർക്ക് എന്നെ കാണാൻ കഴിയൂ എന്നതായിരുന്നു ഈ ഒരു ട്രോളുകൾ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം വാക്കുകൾ പറഞ്ഞത്. അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുമെന്നും നിങ്ങളുടെ തലച്ചോറിലെ വൈക്കോൽ മായ്ക്കപ്പെടുമെന്നും നിങ്ങളുടെ അജ്ഞത അവസാനിക്കും എന്നതാണ് അദ്ദേഹം പാകിസ്ഥാന്റെ ട്രോളുകളോട് ശക്തമായ മറുപടിയായി നൽകിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം തന്റെ പാർട്ടിയുടെ ഏക MPയായ ഒവൈസി കേന്ദ്ര സർക്കാരിന്റെ സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തുടക്കത്തിൽ കുറഞ്ഞത് 5 MPമാരുള്ള പാർട്ടിക്ക് മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് AIMIM മേധാവി ഇതിനെ എതിർക്കുകയും തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇടപെട്ടുകൊണ്ട് യോഗത്തിലേക്ക് ക്ഷണിക്കുകയുമാണ് ചെയ്തത്. ഭീകരാക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ മണ്ണിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും അതിന്റെ നേതാക്കളും പങ്കുണ്ട് എന്നടക്കം ഒവൈസി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്ത വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.